സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ, എങ്ങും അവനുണ്ട്. യഹോവ എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ, എങ്ങും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യം കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ഇവിടെ ആയിരിക്കുന്നത്. ശരിയാണോ? ആണോ? അതെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിവിടെ ചേർന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അനുഭവം എത്ര വലുതാണ്, യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോകുകയാണ്. യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്ന് പറഞ്ഞ് നൊച്ചതി പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞേ. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് എന്ന് പറഞ്ഞേ. വെറുക്കുന്നവനോ? സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് സ്നേഹിക്കുന്നവൻ. നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലേ? അതെ. എന്നിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ അല്ലേ? അത് പോരാ, കൂടുതൽ സ്നേഹിക്കാം നമുക്ക്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതുവഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. 10-ാം വചനം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് തൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി തന്നു. ഇതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ഏകജാതനായ യേശുക്രിസ്തുവിനെ നമുക്ക് തന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ
ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത്. ദൈവം എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരത്തിനായി തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ യേശു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെ പാപത്തിന് യേശുക്രിസ്തു പരിഹാരം ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഏതാനും വർഷം മുൻപ്, ഇപ്പോൾ ഒരു 5 വർഷങ്ങളുമായിട്ടുണ്ട്, നമ്മുടെ ഒരു താമസമുള്ള ധ്യാനം നടക്കുന്ന ഇവിടെ പാമ്പാടി ഗുഡ് ന്യൂസിലാണ് നമ്മൾ ധ്യാനം നടക്കുന്നത്. അവിടെ ധ്യാനം നടക്കുമ്പോൾ ഒരു ദിവസം ആരാധനയുടെ സമയത്ത് കർത്താവ് ഒരു മെസ്സേജ് നൽകി. കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ധ്യാനിക്കുന്നുണ്ട്. ആ വ്യക്തി ആഴമായിട്ട് അനുദപിക്കാൻ മെസ്സേജ്. ഞാൻ പറഞ്ഞു, ആ വ്യക്തി എന്നെ വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തി ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. ഒരു 40-42 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ മനുഷ്യൻ കൊലപാതകം ചെയ്ത വ്യക്തിയാണ്. ഹൈറേഞ്ചിലാണ് വീട്. അദ്ദേഹം 3-4 പേര് ഒന്നിച്ചു ചേർന്ന് കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരാളാണ് ലീഡർ. പിന്നെ കഞ്ചാവ് കൃഷി, അപ്പം അദ്ദേഹമാണ് വിൽക്കുന്നത്, പൈസ ഒക്കെ പങ്കുവെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കഞ്ചാവ് കൃഷിയും ബിസിനസ്സും പിന്നെ അതിൻ്റെ കൂടെ കള്ളുകൂടി ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സഹോദരൻ. ഏതോ ഒരു സ്ഥലത്ത് ഇവർ കഞ്ചാവ് കൃഷിയൊക്കെ നടത്തി കഞ്ചാവ് വിറ്റു. എൻ്റെ ലീഡർ കഞ്ചാവൊക്കെ വിറ്റു. പക്ഷെ ഇവൻ്റെ വീതം പൈസ കൊടുത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. മറ്റൊരു പൈസ കൊടുക്കത്തില്ല, ഇവൻ പൈസ മേടിക്കും. അവനോട് പറയുകയാണ്, ഒരു വെള്ളി നോയമ്പിൻ്റെ സമയത്ത് അവൻ്റെ വീട്ടിൽ ചെന്നു, പൈസ കൊടുക്കാനുള്ളൊരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, വരുന്ന പെസഹ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ കാശ് തന്നിരിക്കണം, അല്ലേ നിന്നെ കൊല്ലും. അവൻ പറഞ്ഞു, നീ എൻ്റെ പണി നോക്കാൻ പറഞ്ഞു. ഞാൻ നിന്നോട് കാശ് മേടിച്ചിട്ടില്ല, നിനക്ക് കാശ് തരത്തുമില്ലെന്ന് പറഞ്ഞു. ഇവൻ്റെ മനസ്സിനിങ്ങനെ വൈരാഗ്യം വർദ്ധിക്കുക, വെറുപ്പും വൈരാഗ്യം വർദ്ധിച്ച് ആ പെസഹ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ഒരു ദിവസം ഇവനിങ്ങനെ കണക്കൂട്ടിരിക്കുക, അവനെ കൊല്ലണം എന്നുള്ള വാശിയായി. അവൻ പറയുകയാണ്, ഇവിടെ സ്കൂളിൻ്റെ വരാന്തയിൽ ഇവരെ കൂട്ടുകാർ എല്ലാവരും ഉണ്ട്. വരാന്തയിൽ നിന്ന് കൂട്ടുകൂട്ടിന്ന് വർത്താനം പറഞ്ഞിരിക്കും. ഇവനങ്ങ് നേരെ അങ്ങ് ചെന്നു. അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റു. വരാന്തയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായി. അവനോട് പറഞ്ഞു, എൻ്റെ കാശ് തരണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് കാശ് തരാനുമില്ല, ഞാൻ കാശ് തരത്തുമില്ലെന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, ഒറ്റ നിമിഷം കൊണ്ട് അവനെ ആ സ്കൂളിൻ്റെ ഭിത്തിയിലോട്ട് തള്ളി അവൻ ചേർത്ത് നിർത്തി. കടാര ഇങ്ങനെ വെച്ചിരുന്നത് വലിച്ചും കെടുത്തു. എന്നിട്ട് അവൻ്റെ അടിവയറിനിട്ട് ഇങ്ങനെ കുത്തിട്ട് കത്തിങ്ങനെ വലിച്ചു. അടിവിൽ കുത്തിട്ട് കത്തി ഇങ്ങനെ വലിച്ചു. അവൻ്റെ ബോഡി, അവൻ പറയുക, എൻ്റെ വലത്തെ കയ്യിലോട്ട് അവൻ്റെ ബോഡി വീണു. എന്നിട്ട് 8 സെക്കൻഡ് മറ്റും എടുത്തുള്ളൂ പറഞ്ഞു മരിക്കാനായിട്ട്. മെഡിക്കൽ സയൻസ് വന്നു. 8 സെക്കൻഡ് എടുത്തുള്ളൂ. കാരണം അടിവയറിന് കുത്തിയിട്ട് മൊത്തം ഇങ്ങനെ മരിച്ചു. ആൾ വീണു, കൂടെ മറ്റുള്ളവരുടെ കുത്തി, എല്ലാം ഓടി രക്ഷപ്പെട്ടു. ആൾ മരിച്ചു. അവൻ പറഞ്ഞു, 52 ദിവസം ഞാൻ ഒളിവിലായിരുന്നു, പിടികൊടുക്കാതെ. വനത്തിലും പല ഇങ്ങനെ ഒളിവിലായി. പിന്നെ ഇവന്റെ ഹൃദയത്തില് ദൈവാത്മാവിന്റെ സ്പർശനമുണ്ടായി. കാരണം ഇത് ഒരിക്കലും വേണ്ടിയിരുന്നില്ല. കാരണം ഒരിക്കലും ഒന്ന് ക്ഷമിച്ചാൽ തീരേണ്ട കാര്യമില്ലുള്ളൂ. അങ്ങോട്ടോട്ടെ വേണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷെ അത് വൈരാഗ്യത്തിലേക്ക്, വെറുപ്പിലേക്ക് അവസാനം ഒരു കൊലപാതകം, ഒരു വ്യക്തിയുടെ കുടുംബം മുഴുവൻ തകർക്കുന്നൊരവസ്ഥയായി. പറയാണ്, 52ാമത്തെ ദിവസം തീരുമാനമെടുത്തു പോലീസിന് കീഴടങ്ങുവാൻ. 52 ദിവസം, 52ാം പൊക്കം അവൻ പറയാ, വീട്ടിൽ വന്ന് ഭാര്യയുണ്ട്, പാവം സ്ത്രീ, എന്ത് ചെയ്യാനാ? പോലീസ് അന്വേഷണം നടക്കുകയാണ്, കുഞ്ഞുങ്ങളുണ്ട്. ഭാര്യയുടെ ചെന്ന് അവൻ പറഞ്ഞു, പിടികൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒരു മെഴുകുതിരിയും ഒരു തീപ്പെട്ടിയും എടുത്ത് അവൻ പറയാണ്, നേരെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ അടക്കിയ ആ ശവക്കോട്ടയിൽ ചെന്നു. അവിടെ ചെന്നിട്ട് അവനെ അടക്കിയിരിക്കുന്ന ആ മൺകൂനിൽ ഒരു തിരി കത്തിച്ചു വെച്ച് പറയുക, കുമ്പിട്ട് അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു, അവനോട് ക്ഷമയൊക്കെ ചോദിച്ചു. എന്നിട്ട് പോലീസിന് കീഴടങ്ങി. ജീവപര്യന്തം ശിക്ഷ കിട്ടി. ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പോൾ മര്യാദക്കാനായിട്ട് അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത്, പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ആഴമായ ഒരു അനുതാപത്തിലേക്ക് ആ മകൻ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ്.
കർത്താവിൻ്റെ സ്നേഹം ആ ധ്യാനത്തിലൂടെ അവരിലേക്ക് ഒരു അരുവിയായിട്ട് ഒഴുകുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനത്തിന് മുൻപിൽ അവൻ കരയുവാൻ തുടങ്ങി. നന്നായിട്ട് കുമ്പസാരിച്ചു, അനുദപിച്ചു. ഞാനിന്ന് ഓർക്കുന്നത് കഴിഞ്ഞ് 4-5 ധ്യാനങ്ങൾ സമയത്ത് അവന് അവിടെ പ്രേക്ഷിതവിലേക്കൊക്കെ വന്നിരുന്നു. മനസ്സിലുണ്ടായ കടുത്ത വൈരാഗ്യം ഒരു കൊലപാതകത്തിൽ അവസാനിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനത്തിൻ്റെ മുൻപിൽ ആ സഹോദരൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക്, മാനസാന്തരത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനമാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ ആഴമായിട്ട് സ്പർശിക്കേണ്ടത്. ദൈവസ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം നമ്മിലേക്ക് ഒഴുകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാഴുന്നവൻ മനസ്സിനുള്ളിൽ മോഹനരൂപം കാണാം. വാഴുന്നവൻ മനസ്സിനുള്ളിൽ മോഹനരൂപം കാണാം. തിരുവീഥികൾ തേടാം, അപരാധം വെടിയാം, അഭിഷേകം നേടി അപദാനം പാടാം, അഭിഷേകം